കേരളം കണ്ട ഏറ്റവും വലിയൊരു അഴിമതിയാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പലതവണ ഞാൻ ബി.ജെ.പിയെ പറ്റി വിമർശിക്കുമ്പോൾ ഇവർ ന്യായീകരിക്കാൻ വേണ്ടിയും നമ്മളെ ജനങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടും പല ആരോപണങ്ങൾ അവർ ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ നടത്തിയിരിക്കുന്ന അഴിമതിയെ അവർ എങ്ങനെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് ജനം ചിന്തിച്ചുകൊണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ നമ്മൾ ജനങ്ങളെ നന്നായിട്ട് പറ്റിക്കുന്നവരാ. പരസ്പരം പറ്റിക്കാതിരുന്നാൽ കാലാവധി തീരുന്നത് വരെ നമുക്ക് ഭരിക്കാം. ഈ RSSന്റെ സംഘടനാ സെക്രട്ടറി ഇല്ലാത്ത ഒരു ബി.ജെ.പി, ഈ ഒരു ബി.ജെ.പിയെ എപ്പോഴാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്? ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. RSSന്റെ ഭാഗത്തുനിന്ന് ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഒരാൾ പോലും ഇല്ല. എല്ലാം സുരേഷിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ സുരേഷിനെ പോലെ പലതവണ നമ്മൾ പറഞ്ഞതാണ് കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുതെന്ന്. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. എന്തായി ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കാട്ടുകളെ ഇത്രയും വലിയ അഴിമതി നടത്തിയ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട്, ഇയാളുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ മനസ്സിലാക്കിയിട്ടാണോ രാജീവ് ചന്ദ്രശേഖർ ഇയാളെ മുന്നോട്ട് വെച്ചത്? എന്നിട്ട് നിലപാട് എന്താന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. പാർട്ടി ആർക്കൊപ്പമാണ്, ജനങ്ങൾക്കൊപ്പമാണെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. അത് അവരെ ഉപദ്രവിച്ചുകൊണ്ടായാലും വേണ്ടിയില്ല. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഒരു കാര്യം, ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ആഭ്യന്തര വിഷയമാണ്, ഇത് നാട്ടുകാർക്കൊന്നും ഇടപെടാൻ പറ്റില്ല. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. കുറച്ചുള്ള എന്റെ ചെവിയിലൊഴുക്കി എന്റെ ചെവിയും ചേഞ്ച് നാറി. ചെവി മാത്രമല്ലടാ, നീ മൊത്തം നാറിയാ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാറ്റപ്പണി ചെയ്യൂ. നാട്ടുകാർക്കല്ല, ഇത് രാജ്യത്തുള്ള എല്ലാവർക്കും ഇടപെടേണ്ട വിഷയമാണ്. കാരണം ബി.ജെ.പി എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിന്റെ പാർട്ടിയാണ്. ഇവിടെ ജനം നികുതി കൊടുക്കുന്ന പൈസയും ഇവിടുത്തെ വലിയ വലിയ ആൾക്കാരും നമ്മളടങ്ങുന്ന എല്ലാവരും കൊടുത്തിട്ടുള്ള സംഭാവനകളൊന്നും ചെറുതല്ല. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. നമ്മുടെ ആൾക്കാർ അത്രയും മാത്രം തുക ബി.ജെ.പിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ രൂപയ്ക്കും കണക്ക് പറയേണ്ടതാണ്. മാത്രമല്ല, ഒരു എം.എൽ.എ എന്നുള്ള നിലയ്ക്ക് വെറും ഒരു പ്രസിഡന്റ് മാത്രമാണെങ്കിൽ ശരി, ആഭ്യന്തര കാര്യമാണെന്ന് പറഞ്ഞ് ഒഴിയാമായിരുന്നു. ഇന്ന് എം.എൽ.എ പ്ലസ് ഒരു സംസ്ഥാന അധ്യക്ഷനാണ് ഈ രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ സമ്പൂർണ്ണ ചാറ്റരുതാ ഇവരുടെ സത്യപ്രതിജ്ഞയിൽ ഇവർ അധർമ്മം കാണിക്കില്ല, അഴിമതികൾക്കെതിരെ ചോദ്യം ചെയ്യും, ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളും എന്നൊക്കെ പറഞ്ഞു നിന്നിട്ട് ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവരുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാം. ഇതാണ് പിതൃത്വമില്ലായ്മ. അവനൊന്നും പറയുന്നില്ല. ഞാൻ ചെയ്തത് മോശമായെന്ന് നിനക്കെങ്കിലും തോന്നില്ലേ? ഏയ്, ഒരിക്കലുമില്ല. ഇതിനൊക്കെ ഞങ്ങളുടെ നാട്ടിലൊരു പേര് പറയും, തന്തയില്ലായിക. നല്ല പിതൃത്വം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരം പ്രവൃത്തി ബി.ജെ.പിയെ പോലെ, അതായത് RSS എന്ന് പറയുന്ന ഒരു ഈശ്വരീയ പ്രസ്ഥാനത്ത് നിന്ന് വളർന്നു വന്ന ഒരു രാഷ്ട്രീയ സംഘടനയായ ബി.ജെ.പിയിൽ നിന്നും ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അത്രയും മാത്രം പൊറുതിമുട്ടിക്കഴിഞ്ഞു. ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ കൊള്ള ചെറുതാണോ? VHP എന്ന് പറയുന്ന പ്രസ്ഥാനം അത് വിശ്വ പരിഷത്തിന്റെ രീതിയിൽ അയോധ്യയിൽ മാത്രമാണോ കൊള്ള നടന്നത്? ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 550 കോടിയുടെ രത്നങ്ങളും ഇതുമെല്ലാം കട്ടുമുടിച്ചവരെ ഈ ബി.ജെ.പി അല്ലേ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെയും കർമ്മന ജയന്റെയും സുരേഷിന്റെയും നേതൃത്വത്തിലുള്ള ഇവർ തന്നെയല്ലേ അവരെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്? എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. ഇത് ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ ED അല്ലെങ്കിൽ CBI അല്ലെങ്കിൽ NIA അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇതൊക്കെ കൊണ്ട് ആൾക്കാരെ വരട്ടാൻ വേണ്ടി മാത്രമാണ് ബി.ജെ.പി ഇത് വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ആരും ഭയക്കുമെന്ന് ആരും കരുതരുത്. നിങ്ങൾ ആരും കരുതരുത് നിങ്ങളെ ഭയന്ന് നിൽക്കുകയാണെന്ന്. നിങ്ങൾ ഒരടി അടിച്ചാൽ 6 അടി തിരിച്ചടിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ശക്തി ഇവിടെയുണ്ട്. അതാണ് ജനം എന്ന് പറയുന്നത്. ജനത്തെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയുള്ള നിന്റെ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.